ഈ കശുവണ്ടി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഉള്ള അനുമതി CBI അനുമതി ചോദിച്ചപ്പോൾ സർക്കാർ അത് നിഷേധിക്കുകയാണ് ചെയ്തത്. ആ പ്രതിപട്ടികയിലുള്ളവരെല്ലാം നിരപരാധികളായ ആണെന്ന് സർക്കാരിന് ബോധ്യമായതുകൊണ്ടാണോ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? CBI കണ്ടെത്തിയ ഓരോ കാര്യവും ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച ഉപദേശം. ഏതെങ്കിലും ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത്തരമൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കതിന് അംഗീകാരം കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അംഗീകാരം കൊടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നവരെ കുറ്റപ്പെടുത്താൻ മാത്രം ന്യായം കാണുന്നില്ല. അതുകൊണ്ടാണ് അംഗീകാരം കൊടുക്കാതിരുന്നത്. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായിട്ടാണ് യേശുക്രിസ്തുവിനേക്കാൾ സത്യസന്ധനായ മഹാനായി ഈ പിണറായി വിജയൻ അഭിനയിച്ച് തകർക്കുന്നത്. ഈ തോട്ടണ്ടി ഇടപാട് കേസിൽ നമ്മുടെ CJM കോടതി മുതൽ സുപ്രീം കോടതി വരെ അഴിമതി കണ്ടെത്തിയിട്ടും ഈ CBI അന്വേഷിച്ച കേസ് സത്യസന്ധമല്ല, കള്ളത്തരമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ തക്കം പോലെ തക്കതായത് പറയുന്ന സാമർത്ഥ്യത്തെ നമുക്ക് തൽക്കാലം രാഷ്ട്രീയക്കാരെന്ന് വിളിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അതറിയണമെങ്കിൽ, പിണറായി വിജയൻ്റെ ഇരട്ടത്താപ്പ് അറിയണമെങ്കിൽ നിങ്ങളിതാ അദ്ദേഹം പറയുന്ന ഇതുകൂടെ, അതായത് ഈ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം സെക്രട്ടറി ആയിരുന്നപ്പോൾ പറഞ്ഞ വാചകം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ സമരത്തിൽ ചന്ദ്രശേഖരൻ ഒറ്റക്കായിരിക്കില്ല. INTUCയുടെ നേതാവ് ചന്ദ്രശേഖരൻ നടന്ന സമരം INTUC മാത്രം പിന്താങ്ങുന്ന ഒരു സമരമല്ല ഇന്ന് കേരളത്തിലെ എല്ലാ തൊഴിലാളികൾക്കും വേണ്ടിയുള്ളൊരു സമരമായിട്ടാണ് ഇതിനെ കാണുന്നത്. കൂടുതൽ അപമാനത്തിലേക്ക് പോകാതെ ഗവൺമെന്റ്, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്നവര് പെട്ടെന്ന് തന്നെ ഇത് തീർക്കുന്നതാണ് നല്ലത്. കേട്ടില്ലേ? ഈ കള്ളൻ പട നയിക്കുന്നത് പോലെയാ തോട്ടണ്ടി അഴിമതി. കള്ളൻ നടത്തിയ അഴിമതിക്കാരൻ നടത്തുന്ന സമരം, ജനങ്ങളെ കബളിപ്പിക്കാൻ നടത്തുന്ന ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത് നമുക്ക് ഇത് ഗവൺമെൻറ് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല, നാണം കെടരുത്, ഏതാണ്ട് ഇനി സാധിച്ചു തരണമെന്ന്. സത്യത്തിൽ ഇത് കേൾക്കുന്ന തലമുറയിലെ കുട്ടികൾ നമ്മൾ പറയില്ല, കാരണം നമുക്കറിയാം ഈ രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങനെ തന്നെയാണ്, പരസ്പരം അഴിമതിക്കാരാണ്, പഴിചാരുന്നവരാണെന്ന്. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഈ രാഷ്ട്രീയത്തിൽ അഴിമതികൾ അറിയാത്ത പുതിയ കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട് ഇദ്ദേഹം തന്തയ്ക്ക് പിറന്നവനാണോ എന്ന് ചോദിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? പക്ഷേ DYFI കുട്ടികളും SFI കുട്ടികളും അത് പറയില്ല. കാരണം അവരെ ഇതിനായിട്ട് തന്നെ വളർത്തിയെടുക്കുന്ന അടിമക്കൂട്ടങ്ങളാണല്ലോ. അതുകൊണ്ട് അവർക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കേസിന് വേണ്ടി, ഇതിനു വേണ്ടി 2006 മുതൽ 15 വരെ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ ഏതാണ്ട് 600 കോടി രൂപയുടെ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ നിലവാരമില്ലാത്ത തോട്ടണ്ടികൾ, അതായത് കിളിച്ചു തുടങ്ങിയ കുരുപ്പണ്ടി എന്ന് പറയും ഞങ്ങൾ, കിളിച്ചു തുടങ്ങിയ തോട്ടണ്ടികൾ ഇവിടെ ഇറക്കുമതി ചെയ്തതിൻ്റെ ഫലമായിട്ട് ജോലിക്കാർക്ക് ശമ്പളം കിട്ടാതെ ജോലി വരെ കുറഞ്ഞുപോയി. 100 രൂപയ്ക്ക്, അക്കാലത്ത് 100 രൂപയ്ക്കും 150 രൂപയ്ക്കും പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് 50 രൂപയുടെ പണി പോലും കിട്ടാതെ അവർ പട്ടിണിയിലായിപ്പോയി. കോടിക്കണക്കിന് രൂപ ഈ തോട്ടണ്ടി ഇറക്കുമതിയിൽ നഷ്ടം സംഭവിച്ചു. ഇതിൽ ലാഭം നേടിയത് 80 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് കണ്ടെത്തൽ. പക്ഷേ ഈ KO രതീഷിനെയോ ഈ മാനേജിംഗ് ഡയറക്ടറായ KA രജീഷിനെയോ ചെയർമാനായ ഈ ചന്ദ്രശേഖരനെയോ ചോദ്യം ചെയ്യാൻ പോലും അനുവദിക്കില്ല എന്ന് വന്നപ്പോൾ അതിനെതിരെ 18 വർഷത്തോളമാണ് കടകംപള്ളി അജിത്ത് എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ ഇവർക്കെതിരെ പൊരുതിയത്. നമുക്കറിയാം, ഏത് അഴിമതിക്കെതിരെ പൊരുതിയാലും ഈ ഭീഷണി കൊണ്ട്, വധഭീഷണി നേരിട്ട് സകലവരും പിന്മാറിപ്പോവും. അങ്ങനെ പിന്മാറാത്ത കേരളത്തിൽ 2 ചരിത്രങ്ങളേ ഉള്ളൂ. ഒന്ന്, അഭയവധക്കേസിൽ ജോമോൻ പുത്തൻപുരയ്ക്കൽ, അദ്ദേഹം പോരാടി അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് വരെ ശിക്ഷ വാങ്ങിക്കൊടുത്തുവെങ്കിലും അവരും രക്ഷപ്പെട്ടു പോയി. അതാണ് ഇന്ത്യൻ നിയമത്തിൻ്റെ പഴുതുകൾ. ഈ പഴുതുകൾ ഉപയോഗിച്ച് ഇവിടെ സകല കുറ്റവാളികളും കള്ളന്മാരും കൊള്ളക്കാരും രക്ഷപ്പെടുന്ന ഒരു നീതിന്യായ സംഹിതയാണ് നമ്മുടെ നീതിന്യായ സംഹിത. ആ സംഹിത ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള അവസാനത്തെ പഴുതുകളാണ് കഴിഞ്ഞ 5 വർഷക്കാലവും പ്രോസിക്യൂഷൻ അനുമതി നൽകാതെ പിണറായി വിജയൻ തടഞ്ഞു വെച്ചു.
പക്ഷെ കോടതി ഇപ്പോൾ വടിയെടുത്തു. ഈ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ലെങ്കിൽ വകുപ്പ് സെക്രട്ടറി കോടതിയിൽ വന്ന് കോടതിയെ ലക്ഷ്യത്തിൽ ഉത്തരം പറയാൻ പറഞ്ഞപ്പോൾ ഞെട്ടി. അങ്ങനെയാണ് VD സതീശൻ ഗത്യന്തരമില്ലാതെ ഈ തോട്ടണ്ടി അഴിമതി കേസിന് വിചാരണയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഈ വിചാരണയിൽ ഈ രാഷ്ട്രീയ കൊള്ളക്കാർ ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ യുവതലമുറയിലെ കുട്ടികൾ ഒരു സത്യം മനസ്സിലാക്കണം. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ഭരണം മാറുന്നതല്ലാതെ അഴിമതി ഇവിടെ മാറുന്നില്ല, അത് അവസാനിക്കുന്നില്ല, അത് തുടരുക തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും അഴിമതിയും കൊള്ളയും തൂർത്തുമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത് തുടർന്നാൽ ബ്രിട്ടീഷുകാർ നമ്മളെ കൊള്ളയടിച്ചതുപോലെ അവരുടെ സാമ്രാജ്യത്തെ ഇവിടെ സ്ഥാപിച്ചതുപോലെ ഈ രാഷ്ട്രീയക്കാർ ഇവിടെ രാഷ്ട്രീയ സ്വേച്ഛാധിപത്യം സ്ഥാപിച്ച് ഈ ജനങ്ങളെ മുഴുവൻ അടിമയാക്കുന്ന ഒരു ഭരണ സിദ്ധാന്തം ഇവിടെ ആവിഷ്കരിക്കപ്പെടും. അതുണ്ടാകാതിരിക്കാൻ നിങ്ങൾ യുവതലമുറയിലെ കുട്ടികൾ ഇതിനെ എതിർത്ത് ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് അഴിമതിയും കൊള്ളയും ധൂർത്തുമില്ലാത്ത ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗുഡ് ബൈ.